ദേവദാസന്മാരെ, അത്ഭുത രോഗശാന്തിക്കാരെ, നിങ്ങളുടെ സേവനം ഇപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. പല പല സഭകളിലായി, വിവിധ വിഭാഗങ്ങളിലായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ധാരാളം പ്രഗത്ഭരായ ദേവദാസന്മാരും അത്ഭുത രോഗശാന്തിക്കാരും പ്രവചനപരമുള്ളവരും വിടുതൽപരമുള്ളവരും ഒക്കെയുണ്ട്. ദിവസവും ആയിരങ്ങൾ വന്നുകൂടുന്ന കൈകൊട്ടി അലമുറയിടൽ പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. വേഗത്തിലുള്ള ഫലപ്രാപ്തിക്കായി ആളുകളെ ദിവസക്കൂലിക്ക് ജോലിക്കെടുത്ത് 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങൾ വരെയുണ്ട് ഇവിടെ. അവർ പറയുന്ന ഫീസ് കൊടുക്കണമെന്ന് മാത്രം. നിന്ന് പ്രാർത്ഥിക്കുന്നതിനും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും വരെ പല പല റേറ്റുകളാണ്. അത്ഭുത രോഗശാന്തിയും പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതലും സാമ്പത്തിക ഉയർച്ചയും മനസമാധാനവും ദുരിതങ്ങളിൽ നിന്ന് എന്ന് കരകയറുമെന്ന് വരെ പ്രവചിക്കുകയും വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ലിംഗനിർണ്ണയം നടത്തുക മാത്രമല്ല, കുഞ്ഞിൻ്റെ കളർ വരെ പ്രവചിക്കുന്ന 5D സ്കാനിങ് മെഷീനുകളെ പോലും വെല്ലുന്ന ഫോറൻസിക് പ്ലാച്ചർമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള സാത്താനെ ദ്രാവക രൂപത്തിൽ പുറന്തള്ളി സ്വർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ദൈവദാസന്മാർ വരെ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തലയിൽ എത്ര മയിർ അഥവാ മുടിയുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ പ്രവചിക്കുന്ന മുടിഞ്ഞ ശേഷിയുള്ള എക്സ്റേ ഫിറ്റഡ് കണ്ണുകളുള്ള പ്ലാച്ചർമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ പാതിരി കൊടുക്കുന്ന എണ്ണയും തേച്ച് ഉപ്പും വാരി അണ്ണാക്കിലിട്ട് കട്ടിലിനടിയിൽ പല കളറിലുള്ള മെഴുകുതിരിയും കത്തിച്ച് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ, കുർവാസന പത്രം അരച്ച് ദോശ ചുട്ട് കഴിച്ചാൽ എന്തും സാധ്യമാകുന്ന പഴയ ഒരു ചവിട്ടുനാടകം കലാകാരൻ്റെ പൈശാചിക കേന്ദ്രം അങ്ങ് ആലപ്പുഴയിലുണ്ട്. അച്ചട്ട എന്തും നടക്കും. അതുപോലെ നിപ്പയെ പൈതൽമലയിലായിരുന്നപ്പോൾ ആട്ടിപ്പായ്ച്ച, എന്നാൽ ചെറിയ ജലദോഷപ്പനി വന്നപ്പോൾ സഭയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി അഡ്മിറ്റായ പട്ടിപ്പറമ്പൻ മുതൽ പൊക്കം കുറവായതിനാൽ ഏണി വെച്ച് കയറി നിന്ന് ധ്യാനിപ്പിക്കുന്ന പോട്ടയിലെ ധ്യാനക്കുറുക്കൻ മാത്രമല്ല, പ്രാർത്ഥിച്ച് ബോറടിച്ച് കഴിയുമ്പോൾ സുന്ദരികളായ വടയക്ഷികളെ അന്തരീക്ഷത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് സൊള്ളുന്ന വാഗമണ്ണിലെ പൈശാചിക കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ മാർ ഇക്ലിയോസ് മാർ സൊള്ളിയോസ് വരെയുള്ള ഈ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരന്തങ്ങളും ഉണ്ടായിട്ട് ഇവരെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നത് എത്ര ജുഗുത്സാവഹം ആണെന്ന് കണ്ടിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇത് ഇവരെ സംരക്ഷിക്കുന്ന, ഇവരുടെ മെനകെട്ട അരമനകളിൽ കയറി വിരകുന്ന, അത്യാവശ്യം വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരോടും സർക്കാരിനോടുമുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇത്. ദയവായി ഇവരെ ഉപയോഗിക്കണം. ഇവരുടെ കഴിവുകൾ പൊതു നന്മയ്ക്കായി വിനിയോഗിക്കണം. ഇവരുടെ കഴിവുകൾ ലോകത്തെ നാം അറിയിക്കണം. പ്ലീസ്, ഇതൊരു അപേക്ഷയാണ്. ഉത്തര കന്നഡയിലെ അങ്കോല താലൂക്കിൽ ഷിരൂർ കുന്നുകൾക്ക് താഴെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഷിരൂരിലെ അപകട സ്ഥലത്ത് നിന്ന് കൂടുതൽ മണ്ണ് മാറ്റിയുള്ള തിരച്ചിലിന് കനത്ത മഴ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇന്നലെ നടത്തിയ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപകടം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ISROയും അറിയിച്ചിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ കൂടുതൽ കൃത്യതയോടെ രക്ഷാപ്രവർത്തകർക്ക് ലോറിയുള്ള ഭാഗം കണ്ടെത്തുവാൻ സാധിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്. മനുഷ്യരാൽ സാധ്യമാകാത്ത കാര്യങ്ങൾ സാധ്യമാക്കുന്ന അടൂരിലെ പാസ്റ്റർ ടിജോയ്ക്കാണ് ഫോറൻസിക് പ്രവചനപരമുള്ളത്. പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു വന്ന തങ്കമണിയുടെ വീടിന് ചുറ്റുമുള്ള വെളിയിലെത്ര കൊന്നപ്പത്തൽ ഉണ്ടെന്ന് വരെ പ്ലച്ചർ കൃത്യമായി ദീർഘദൃഷ്ടിയിലൂടെ അച്ചട്ടായി പറഞ്ഞു കളഞ്ഞു. ദുബായിൽ പ്രാർത്ഥിക്കുവാൻ വന്ന മദാമയുടെ മുടി എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മുൻപ് കൃത്യമായി പ്രവചിച്ചിട്ടുള്ളതും നാം കണ്ടതാണ്. അതുപോലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഡ്രൈവർമാരുടെ അടുത്തിറക്കിയ അന്യായ ഭാഷാപരവും നമ്മൾ കണ്ടതാണ്. അതുപോലെ സ്റ്റൂളിൽ കയറി നിന്ന് പ്രവചിക്കുന്ന ഉണ്ടക്കുഞ്ഞുമോൻ എന്ന പതാക വറാൻ്റെ സേവനവും നമുക്ക് ഈ അവസരത്തിൽ തേടാവുന്നതാണ്. അതുപോലെ എരുമയെപ്പോലും നാണിപ്പിക്കുന്ന വാഴമുട്ടൻ ബിനു, മുടിയില്ലാത്തവർക്ക് മുടി കിളിർപ്പിച്ചു കൊടുക്കുന്ന അനി ജോർജ്, കാറിൽ കയറ്റി ചായയും വടയും മേടിച്ചു കൊടുത്ത് ചെവിയിൽ പ്രാർത്ഥിക്കുന്ന AG സഭയിൽ നിന്ന് അടുത്ത കാലത്ത് പുറത്തു കളഞ്ഞ ജോൺസൺ ചാക്കോ, അനിൽ ആന്റണിക്ക് പ്രാർത്ഥിച്ച് BJPയിൽ ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുത്ത കൃപാസനൻ ജോസഫ്, അപ്പനിട്ട് തന്നെ ആദ്യ ബ്രഹ്മ വെച്ചവനും ഭാര്യയെയും മക്കളെയും ചവിട്ടി പുറത്തു കളഞ്ഞവനും ചക്കരപ്പെണ്ണിൻ്റെ മാനേജരായി നടന്നവനും സർവോപരി ആഭാസനായി നടന്നവനെയും വരെ പ്രാർത്ഥിച്ച് ജയിപ്പിക്കുകയും ഒടുവിൽ മന്ത്രി വരെ ആക്കുകയും ചെയ്ത ടിനു പ്ലാച്ചർ, മുഖത്തെ പുള്ളിയും പാണ്ടും മാറ്റാത്ത നാട്ടുകാരുടെ വരട്ടുചൊറി മാറ്റാൻ നടക്കുന്ന താരു പ്ലാച്ചർ, അങ്ങനെ ഒത്തിരി വൈറ്റിപ്പഴപ്പൈറ്റങ്ങൾ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. സോറി, ട്രാക്ക് മാറിപ്പോയി. അതുപോലെ
കഴിഞ്ഞ ദിവസം നാടകത്തിന് കൊണ്ടുവന്ന മദർഷിപ്പ് കാണുവാൻ വിഴിഞ്ഞത്തെത്തി കടലിൽ വീണ് കാണാതായ പുളിങ്കുടി ആടുമല അജീഷ് ഭവനിൽ 26-കാരനായ അജീഷിനെ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും നാവികസേനയുമെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ദയവായി ദേവദാസന്മാരെ, പ്രവാചകന്മാരെ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. നിങ്ങളുടെ സേവനം ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമാണ്. അതുപോലെ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ജോയിയെ കണ്ടെത്താനും 3 ദിവസം പെടാപ്പാട് വിട്ടു. ഇവിടെ അത്ഭുത സിദ്ധി കൊണ്ട്, പ്രവചന സിദ്ധി കൊണ്ട് ഇവരൊക്കെ എവിടെയാണെന്ന് സിമ്പിളായി ഒന്ന് പറഞ്ഞു തന്നാൽ അത് എത്രമാത്രം ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങളുടെ സിദ്ധി, ദൈവാനുഗ്രഹം കാണിക്കേണ്ടുന്നത്. സർക്കാർ ആവശ്യപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്വമേധയ ഈ അവസരത്തിൽ മുൻപോട്ട് വരാമായിരുന്നതാണ്. അത്തരം ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ദേവദാസന്മാർക്ക് ഉണ്ടാവേണ്ടതല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീസും ഇക്കാര്യത്തിൽ ചോദിച്ച് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവസാനമായി നായ്ക്കമ്പറമ്പിൽ കത്തനാരോടാണ്. അങ്ങ് നിപ്പയെ പേടിപ്പിച്ചോടിയ കഥ കേട്ടപ്പോൾ ശരിക്കും വന്ന് രോമാഞ്ചം വന്നുപോയി. കോഴിക്കോട് മുഴുവനും കേരളം മുഴുവനും ഞടുക്കിയ നിപ്പ വൈറസ് എങ്ങനെ പോയി എന്ന് ഞാൻ ഏതാനും സ്ഥലത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ അപ്പുറം, തളിപ്പറമ്പിനപ്പുറം, കുടിയാമലയപ്പുറം, പൈതൽ മലയെ ഞാൻ ആയിരിക്കുമ്പോൾ 8 പേരുടെ മുമ്പിൽ കുർബാന ചെല്ലുമ്പോൾ കർത്താവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചു, നിപ്പ വൈറസിനെ ഈ കുർബാനയിലേക്ക് സമർപ്പിക്കുക. ഞാൻ അതുപോലെ പറഞ്ഞൊന്ന് സ്തുതിപ്പിച്ചു. പിറ്റേ ദിവസവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവ് സംസാരിച്ചു, നിപ്പ വൈറസിനെ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുക. ഞാൻ അതുപോലെ പറഞ്ഞു, ഒന്ന് സ്തുതിപ്പിച്ചു. പിന്നെ ഇതുവരെ നിപ്പ വൈറസ് എന്ന് കേട്ടിട്ട് പോലുമില്ല. ശാസ്ത്രജ്ഞന്മാര് പഠിച്ചുകൊണ്ടല്ലത് മാറിയത്. യേശുനാമത്തിന്റെ വിശുദ്ധ കുർബാനയുടെ അനന്തമായ യോഗ്യതയാൽ നിപ്പ വൈറസ് അപ്രത്യക്ഷമായതുപോലെ ഈ പകർച്ചവ്യാധിയും തിന്മയും നീങ്ങിപ്പോവും. വിശ്വസിക്കുക, നാം ദൈവമഹത്വം കാണും. പക്ഷേ പാതിരി, ലവൻ നിപ്പ വീണ്ടും വന്നല്ലോ. താങ്കളുടെ ആട്ടിപ്പായ്ക്കൽ പരിപാടിക്ക് വല്ല കാലാവധിയുമുണ്ടോ? നിശ്ചിത സമയം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയുമോ? ഈ വാർത്ത കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. മലപ്പുറം സ്വദേശിയായ 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചെന്നും ഇത് 5ാം തവണയാണ് നിപ്പ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നതെന്നും കപ്പിത്താൻ്റെ സ്രാങ്ക് വീണൻ ചേച്ചി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പല് ആടി ഉലയത്തില്ല കേട്ടോ. ഉള്ളത് പറയാമല്ലോ, കൊറോണ കാലത്ത് മാത്രമേ ഞങ്ങളുടെ ദ്രവ്യദാസന്മാരും ഫോറൻസിക് പ്ലാച്ചർമാരും പ്രവാചകന്മാരും ധ്യാനക്കൂർക്കന്മാരും പേടിച്ച് മുള്ളിയിട്ടുള്ളൂ. അല്ലാതെ ഒരൊറ്റ മഹാമാരിയുടെ മുന്നിലും ഇവർ മുട്ടുമടക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കൊറോണ ഒഴിച്ച് എന്തും, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, പുറത്തു കാണാൻ കഴിയാത്ത സകല മുഴകളും വേദനകളും ഞങ്ങൾ പ്രവർത്തിക്കും. നിർത്തുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ദിവ്യദൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ച ദൈവദാസന്മാർ, പ്രവാചകന്മാർ ദയവായി മുന്നോട്ട് വരിക. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടെത്തുവാൻ സഹായിക്കുക. ഈ അവസരത്തിൽ സഹായിക്കുവാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരൊറ്റ ഒരുത്തനെയും ഇനി ദയവായി വെളിയിൽ കാണരുത്. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.